പേര് അതുൽ ജോൺ ജേക്കബ്. കീർത്തന. സന്തോഷമുണ്ട്. ഈഗിൾസിനോടാണ് എല്ലാം നന്ദി. നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ ഈഗിൾസ് നമ്മളൊപ്പം കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ 2 അറ്റംപ്റ്റായി ഞാൻ ഈഗിൾസിൽ 2 അറ്റംപ്റ്റും ഫസ്റ്റ് ഗ്രൂപ്പും കിട്ടി, സെക്കൻഡ് ഗ്രൂപ്പും പാസ് ഔട്ടായി. സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഈഗിൾസിന്റെ ഉപദേശങ്ങളൊക്കെ ഫലം കണ്ടു? ഈഗിൾസിലെ നമ്മുടെ മെൻറ്റേഴ്സും സാറുമാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കാം. അവർ നമ്മോടൊപ്പം ലാസ്റ്റ് നമ്മളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ബലത്തിലാണ് ഞങ്ങളൊക്കെ പാസ്സായത്. മൊബൈൽ ഇല്ലാത്തൊരു ജീവിതമായിരുന്നു ഈഗിൾസിലേത്. എങ്ങനെയായിരുന്നു അതൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ? ആദ്യമൊക്കെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ അത് ശീലമായി. വീട്ടിലായാലും അതൊരു കണക്കിന് നല്ലതാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് സമയം ബുക്സിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ കുറേ പഠിപ്പ് നടന്നു, പാസ്സായി. ഓൾ ഇന്ത്യ ലെവലിൽ വളരെ കുറഞ്ഞ വിജയശതമാനം മാത്രമാണുള്ളത്. പക്ഷേ ഈഗിൾസിലായതുകൊണ്ടായിരിക്കും രക്ഷപ്പെട്ടത്. അങ്ങനെ സത്യം തന്നെയാണ്. ഈഗിൾസിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈഗിൾസിലായതുകൊണ്ട് തന്നെയാണ് ജയിച്ചത്. വേറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കട്ടിയില്ലായിരുന്നു. അത്രയ്ക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ഇവരും കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ രാത്രി ഉറക്കമൊഴിക്കുന്നതിനനുസരിച്ച് ഇവരും നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് അവരെ ഉറക്കം കളഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇത്രയും നല്ലൊരു റിസൾട്ട് ഈഗിൾസിന് കിട്ടിയത്. ഞാൻ പയ്യന്നൂര്. ഞാൻ നിലമ്പൂര്. നമുക്കറിയാം, ഞങ്ങൾ ഒരു ദിവസം രാത്രിയോടെ വന്നിരുന്നു. 8 മണിക്ക് 10 മണിക്ക് രാത്രി 12 മണിക്ക് ക്ലാസ് നടക്കുന്നു. ഈ നൈറ്റ് ക്ലാസ് ഒക്കെ എങ്ങനെ ദഹിക്കുന്നത്? നമുക്ക് തുടക്കത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ എല്ലാവരും ഒപ്പം ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ നമുക്കും പഠിക്കാനൊരു ആഗ്രഹവും, അങ്ങനെ പിന്നെ സാറുമാരുടെ മോട്ടിവേഷനും, പിന്നെ പാസ്സാവണമെന്നൊരു ആഗ്രഹം ഇവർ നമ്മുടെ ഉള്ളിൽ ഇട്ട് തരും. ആ ഒരു ആഗ്രഹത്തിന് മേലിൽ അങ്ങ് പഠിച്ചോളും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ എന്തും ചെയ്തോളും. അതെ, ഞങ്ങൾക്കൊരു പ്രശ്നം വന്ന് ഞങ്ങളൊന്ന് തളർന്നു പോകുമ്പോഴും കൈ പിടിച്ച് കൂടെ ഇവർ ഉണ്ടാവും. ആ ഒരു ബലത്തിൽ തന്നെയാണ് ഞങ്ങളും പഠിച്ചിങ്ങ് എത്തിയത്. എന്താണ് ഈഗിൾസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോടൊക്കെ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഒന്നും നോക്കണ്ട, പഠിച്ച് പാസ്സാവാനാണ് ആഗ്രഹം, നേരെ ഈഗിൾസിൽ പോരാ, വേറൊന്നുമില്ല. അതെ, ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഈഗിൾസും കൂടെ നിൽക്കും. പാസ്സാവണമെങ്കിൽ സുഖജീവിതം ഒന്നും ആവൂല, ഫോൺ ഉണ്ടാവൂല, ഫുൾ ടൈം ഇരുന്ന് പഠിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് പാസ്സാവാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈഗിൾസ് ബെസ്റ്റ് ഓപ്ഷനാണ്. അതെ, ആ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ഈഗിൾസ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. എല്ലാവരും പറയാറുണ്ട് ഈഗിൾസ് പട്ടാള ചിട്ടയാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതൊക്കെ ഒരു പക്ഷേ ഉള്ളിലെത്തുമ്പോൾ എങ്ങനെയാണ്? ഈ സ്ട്രിക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കണേ. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ കളിച്ച് നടക്കുന്നതല്ലാതെ ഇവരിങ്ങനെ ആദ്യമൊക്കെ നമ്മളൊന്ന് ഇരുത്തി പഠിപ്പിക്കും. ആ ഒരു ഇരുത്തത്തിന് നല്ല ആശ്വര്യം നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. രക്ഷിതാക്കളൊക്കെ സപ്പോർട്ട്? രക്ഷിതാക്കളൊക്കെ നല്ല സപ്പോർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. അതെ, വ്യക്തമാണ്. ഏതായാലും അവരും ഈ ഈഗിൾസ് പഠിച്ച വിദ്യാർത്ഥികളുടെ കാര്യങ്ങളാണ്, പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ കേട്ടത്. പരമാവധി പേര് അതുൽ ജോൺ ജേക്കബ്. കീർത്തന. സന്തോഷമുണ്ട്. ഈഗിൾസിനോടാണ് എല്ലാം നന്ദി. നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ ഈഗിൾസ് നമ്മളൊപ്പം കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ 2 അറ്റംപ്റ്റായി ഞാൻ ഈഗിൾസിൽ 2 അറ്റംപ്റ്റും ഫസ്റ്റ് ഗ്രൂപ്പും കിട്ടി, സെക്കൻഡ് ഗ്രൂപ്പും പാസ് ഔട്ടായി. സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഈഗിൾസിന്റെ ഉപദേശങ്ങളൊക്കെ ഫലം കണ്ടു? ഈഗിൾസിലെ നമ്മുടെ മെൻറ്റേഴ്സും സാറുമാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കാം. അവർ നമ്മോടൊപ്പം ലാസ്റ്റ് നമ്മളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ബലത്തിലാണ് ഞങ്ങളൊക്കെ പാസ്സായത്. മൊബൈൽ ഇല്ലാത്തൊരു ജീവിതമായിരുന്നു ഈഗിൾസിലേത്. എങ്ങനെയായിരുന്നു അതൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ? ആദ്യമൊക്കെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ അത് ശീലമായി. വീട്ടിലായാലും അതൊരു കണക്കിന് നല്ലതാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് സമയം ബുക്സിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ കുറേ പഠിപ്പ് നടന്നു, പാസ്സായി. ഓൾ ഇന്ത്യ ലെവലിൽ വളരെ കുറഞ്ഞ വിജയശതമാനം മാത്രമാണുള്ളത്. പക്ഷേ ഈഗിൾസിലായതുകൊണ്ടായിരിക്കും രക്ഷപ്പെട്ടത്. അങ്ങനെ സത്യം തന്നെയാണ്. ഈഗിൾസിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈഗിൾസിലായതുകൊണ്ട് തന്നെയാണ് ജയിച്ചത്. വേറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കട്ടിയില്ലായിരുന്നു. അത്രയ്ക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ഇവരും കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ രാത്രി ഉറക്കമൊഴിക്കുന്നതിനനുസരിച്ച് ഇവരും നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് അവരെ ഉറക്കം കളഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇത്രയും നല്ലൊരു റിസൾട്ട് ഈഗിൾസിന് കിട്ടിയത്. ഞാൻ പയ്യന്നൂര്. ഞാൻ നിലമ്പൂര്. നമുക്കറിയാം, ഞങ്ങൾ ഒരു ദിവസം രാത്രിയോടെ വന്നിരുന്നു. 8 മണിക്ക് 10 മണിക്ക് രാത്രി 12 മണിക്ക് ക്ലാസ് നടക്കുന്നു. ഈ നൈറ്റ് ക്ലാസ് ഒക്കെ എങ്ങനെ ദഹിക്കുന്നത്? നമുക്ക് തുടക്കത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ എല്ലാവരും ഒപ്പം ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ നമുക്കും പഠിക്കാനൊരു ആഗ്രഹവും, അങ്ങനെ പിന്നെ സാറുമാരുടെ മോട്ടിവേഷനും, പിന്നെ പാസ്സാവണമെന്നൊരു ആഗ്രഹം ഇവർ നമ്മുടെ ഉള്ളിൽ ഇട്ട് തരും. ആ ഒരു ആഗ്രഹത്തിന് മേലിൽ അങ്ങ് പഠിച്ചോളും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ എന്തും ചെയ്തോളും. അതെ, ഞങ്ങൾക്കൊരു പ്രശ്നം വന്ന് ഞങ്ങളൊന്ന് തളർന്നു പോകുമ്പോഴും കൈ പിടിച്ച് കൂടെ ഇവർ ഉണ്ടാവും. ആ ഒരു ബലത്തിൽ തന്നെയാണ് ഞങ്ങളും പഠിച്ചിങ്ങ് എത്തിയത്. എന്താണ് ഈഗിൾസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോടൊക്കെ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഒന്നും നോക്കണ്ട, പഠിച്ച് പാസ്സാവാനാണ് ആഗ്രഹം, നേരെ ഈഗിൾസിൽ പോരാ, വേറൊന്നുമില്ല. അതെ, ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഈഗിൾസും കൂടെ നിൽക്കും. പാസ്സാവണമെങ്കിൽ
സുഖജീവിതം ഒന്നും ആവില്ല, ഫോൺ ഉണ്ടാവില്ല, ഫുൾ ടൈം ഇരുന്ന് പഠിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് പാസ്സാവാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈഗിൾസ് ബെസ്റ്റ് ഓപ്ഷനാണ്. അതെ, ആ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ഈഗിൾസ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. എല്ലാവരും പറയാറുണ്ട് ഈഗിൾസ് പട്ടാള ചിട്ടയാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതൊക്കെ ഒരു പക്ഷേ ഉള്ളിലെത്തുമ്പോൾ എങ്ങനെയാണ്? ഇത് ഈ സ്ട്രിക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കണേ. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ കളിച്ച് നടക്കുന്നതല്ലാതെ ഇവരിങ്ങനെ ആദ്യമൊക്കെ നമ്മളൊന്ന് ഇരുത്തും, ഇരുത്തി പഠിപ്പിക്കും. ആ ഒരു ഇരുത്തത്തിൻ്റെ ലാസ്റ്റ് വരെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. രക്ഷിതാക്കളൊക്കെ സപ്പോർട്ട്? രക്ഷിതാക്കളൊക്കെ നല്ല സപ്പോർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. അതെ.